से सूरतों ऑनलाइन तरबीती प्रोग्राम में आप सबका खैर मकदम। एपिसोड 7 परिंदे और आवाज। हाय बच्चों, आदाब, खैरियत से है ना? എല്ലാവരും സുഖമായിരിക്കുന്നു? ठीक है बच्चों, ഇന്നത്തെ USS ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം। बच्चों, आप लोग परिंदे को पसंद करते हैं? എല്ലാവർക്കും പക്ഷികളെ ഇഷ്ടമാണോ? അല്ലേ? ഇഷ്ടമാണല്ലേ? ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിന്ദേ और ആവാസ്, പക്ഷികളും അതുപോലെ സൗണ്ടുകളും പരിചയപ്പെടാം. ആദ്യം പരിന്ദേ, പക്ഷികളെ. ഒരുപാട് പക്ഷികളെ നിങ്ങൾക്ക് അറിയാം അല്ലേ? പേരുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കൂ, ഏതൊക്കെ പക്ഷികളെയാണ് നിങ്ങൾക്കറിയുന്നത്? ഒന്ന് പറഞ്ഞു നോക്കൂ. क्या है? मुरई, കോഴി, ठीक है. और കവ്വ, കാക്ക. ഒരുപാട് പക്ഷികൾ നമ്മുടെ വീടുകളിൽ തന്നെ വളർത്തുന്നുണ്ടാവും അല്ലേ? മുറൈ, അതുപോലെ തോത്ത, फिर മൈന और मोर, ठीक है. मोर हमारा कौमी परिंदा है. इसी तरह और भी कई परिंदे हैं. ഇതുപോലെ ഒരുപാട് പക്ഷികൾ വേറെയുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ അവയുടെ പേരുകളൊക്കെ? തയ്യാർ ഹെ നാ? റെഡിയല്ലേ? देखिए परिंदों के नाम: तोता, तत्ता, मुर्गा, പൂവൻകോഴി, മുറൈ, പിടക്കോഴി, ചോസ, കോഴിക്കുഞ്ഞ്, കബൂത്തർ, പ്രാവ്, ബത്തഖ്, താറാവ്, കോയിൽ, കുയിൽ, മോർ, ആൺമയിൽ, മോർനി, പെൺമയിൽ, മൈന, ചാത്തക്, വേഴാമ്പൽ, പപ്പീഹ എന്നും പറയും. ഓർ ഗിദ്ദ് അല്ലെങ്കിൽ ചീൽ, കഴുകൻ, ശതർമുർഗ്, ഒട്ടകപ്പക്ഷി, ഗോരിയ, കുരുവി, ചിടിയ എന്നും പറയും. ചകോർ, ചെമ്പോത്ത്, കവ്വ, കാക്ക, ബുൽബുൽ, വാനമ്പാടി, ബാസ്, പരുന്ത്, ഷാഹീൻ, രാജാളിപ്പക്ഷി, ബഗല, കൊക്ക്, സാരസ്, അരയന്നം, ഹസ് എന്നും പറയും. ഹുദ്ഹുദ്, മരംകൊത്തി, ബഡേർ, കാടപ്പക്ഷി, ഉല്ലു, മൂങ്ങ, ചംഗാദഡ്, വവ്വാൽ. ബച്ചോ, നമ്മളൊരുപാട് പക്ഷികൾ, പരിന്ദകളെ പേരുകൾ നമ്മൾ കണ്ടു അല്ലേ? ഒരുപാട് പക്ഷികളുടെ പേര് നമ്മൾ പഠിച്ചതുമാണ്. ഓക്കെ, उसमें से चंद परिंदों को हम पालते है ना? ചില പക്ഷികളെ നമ്മൾ വളർത്താറുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു, വളർത്തു പക്ഷികളുടെ 2-3 പറഞ്ഞു അല്ലേ? ഇതുപോലെ ഹം പാൽത്തേ ഹെ, നമ്മൾ വളർത്താറുണ്ട്. ആ വളർത്തു പക്ഷികളുടെ പേരുകൾ ടീച്ചർ ഒന്ന് പറയാം. മുറൈ, കോഴി അല്ലേ? ഓർ മുർഗ, മുർഗ ക്യാ ഹെ? പൂവൻകോഴി. മുറൈ, പിടക്കോഴി അല്ലേ? മുസക്കറും മുഅന്നസാണ്. മുർഗ, മുറൈ. സിതര, തോത്ത, തത്ത, ബത്തഖ്, താറാവ് അല്ലേ? ഓർ കബൂത്തർ है ना, പ്രാവ്.
ഈ പക്ഷികളൊക്കെയാണ് നമ്മൾ പാൽത്തു പരിന്തേ, വളർത്തു പക്ഷികളെന്ന് അവരുടെ ഗണത്തിൽ പെടുത്താൻ പറ്റുന്നത്. പരിന്തകളുടെ ഈ ഭാഗത്ത് നിന്നും പ്രധാനമായും വരുന്ന ചില ക്വസ്റ്റ്യൻസ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഹമാര കൗമി പരിന്ത, നമ്മുടെ ദേശീയ പക്ഷി കോൻസാ ഹെ, ഏതാണ്? കോൻസാ ഹെ? മോർ. ठीक है, മോർ ഹമാര കൗമി പരിന്ത ഹെ. इसकी एक ख़ुसूसियत भी है, ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ. മോർ नाचने वाला परिंदा है. क्या है? नाचने वाला परिंदा है. എന്താ നാച്ചിനെ വാല? നൃത്തം ചെയ്യുന്ന പക്ഷിയാണ് ആര്? മോർ. इसी तरह हमारा റിയാസത്തി പരിന്ത കോൻസാ ഹെ? നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി കോൻസാ ഹെ? ആപ് ജാനത്തെ ഹെ? കോൻ ഹെ? ചാത്തക്. വെരി ഗുഡ്. ചാത്തക് യാ പപ്പീഹ. ചാത്തക് എന്നും പറയും, പപ്പീഹ എന്നും പറയാം, വേഴാമ്പൽ. ओके, इसी तरह एक और क्वेश्चन है, सफाई में ख्याल रखने वाला परिंदा. ശുചിത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പക്ഷിയുണ്ട് അല്ലേ? वो कौन है? आप जानते हैं? नहीं? ठीक है, कौवा है ना? ശരിയല്ലേ? कौवा सफाई का ख्याल रखते हैं, सफाई का ख्याल करते हैं. और एक परिंदा भी है, वो दुनिया के सबसे बड़ा परिंदा है. वो कौन सा है? ലോകത്തെ ഏറ്റവും വലിയ പക്ഷി എന്ന് അറിയപ്പെടുന്നത് वो कौन सा है? ആരെയാണ്? ശതർമുറ. क्या है? ശതർമുറ, ഒട്ടകപ്പക്ഷി. ठीक है बच्चों, അപ്പോൾ നമ്മൾ പക്ഷികളെക്കുറിച്ച്, പരിന്തകളെക്കുറിച്ച് പഠിച്ചു അല്ലേ? അവരുടെ പേരുകൾ, ചില പരിന്തകളുടെ ഖുസൂസിയത്ത്, പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചില പരിന്തകളുടെ സൗണ്ടുകളൊന്ന് പരിചയപ്പെടാം. പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന അല്ലെങ്കിൽ പാഠഭാഗത്തുള്ള ചില പക്ഷികളുടെ സൗണ്ടുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾക്കും അറിയാം അല്ലേ? ചില പക്ഷികളൊക്കെ കോഴിയെ അറിയാം, മുറൈ, സിതര, കവ്വ. देखिए चंद परिंदों की आवाज़. पहला मुर्गा, पूवंगोड़ी अले. मुर्गा की आवाज़ कैसे है? आप सबको जानते हैं, है ना? जी, क्या है? ककड़ों को, कक्कों को है ना? और इसी तरह कौवा की आवाज़ हमको देखे, काय काय, है ना? और कोयल क्या करता है? कोयल, कोयल की आवाज़ कैसे है? कू कू, है ना? क्या है? कू कू. और तोता की आवाज़ कैसे है? तोता टिंग 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 टिंग, है ना? ओके. इसी तरह കബൂത്തർ, പ്രാവ് അല്ലേ? പ്രാവിൻ്റെ സൗണ്ട് എങ്ങനെയായിരിക്കും? ആപ് ജാനത്തെ ഹേ? ട്രോ 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 ട്രോ, है ना? ഓക്കെ. ഇതുപോലെ നമുക്ക് ചില മൃഗങ്ങളുടെ സൗണ്ടുകൾ, ജാൻവറോ കി ആവാസ് നോക്കാം അല്ലേ? ചില മൃഗങ്ങളുടെ സൗണ്ടുകൾ
നമ്മൾ പഠിച്ച അതുപോലെ പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ചില മൃഗങ്ങളുടെ സൗണ്ടുകൾ. पहला गाय, पशु ले. गाय की आवाज कैसी है? अम्बा अम्बा, है ना. और बिल्ली, सबको जानते हैं बिल्ली. पूछा ले, എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക? बिल्ली की आवाज कैसी है? म्याऊ म्याऊ, है ना. और मेंढक, मेंढक തവള അല്ലേ, എങ്ങനെയായിരിക്കും ആവാസ്? ടർട്ടൽ. और बकरी, बकरी की आवाज देखिए, मैं मैं, है ना. इसी तरह कुत्ता, हाँ सबको जानते हैं कुत्ता की आवाज बौ बौ, है ना. ठीक है. और ചന്ദ് और ആവാസ്, ഇതിലൊന്നും പെടാത്ത ചില സൗണ്ടുകൾ നോക്കാം. ലാറി, ഗാഡീസ് ലാറി, വണ്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ലാറി. പോംപോം പോംപോം. और റെയിൽഗാഡി, ട്രെയിന്, അതെല്ലാവർക്കും അറിയാം അല്ലേ, എല്ലാ സൗണ്ടുകളും അറിയാം. എന്നാൽ റെയിൽഗാഡി ചുക് 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 ചുക്, है ना. इसी तरह പാസേബ്, പാദസരത്തിൻ്റെ സൗണ്ട്. ചം ചം. और ടെലിഫോൺ, ടെലിഫോൺ की ആവാസ്. ലാൻഡ് ഫോണൊക്കെ ഉള്ള വീടുകളിലെ കുട്ടികൾക്ക് അറിയാം ടെലിഫോണിൻ്റെ സൗണ്ട്. ട്രെയിൻ 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 ട്രെയിൻ. ഓക്കെ. അതുപോലെ ബാരിഷിൻ്റെ സൗണ്ട്. ബാരിഷ് മഴ, നമ്മൾ പഠിച്ചിട്ടുണ്ട് 6ാം ക്ലാസ്സിലൊരു നസ്മില്ലേ പഹലി ബൂന്ത്, അത് ബാരിഷിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ. അതിലെങ്ങനെയാണ് ബാരിഷിൻ്റെ സൗണ്ട് അവിടെ പറയുന്നത്? ടിംചിം ടിംചിം, है ना. इसी तरह बारिश की बूंदे, മഴയുടെ തുള്ളികൾ വല്ല വസ്തുവിലേക്കും വീഴുമ്പോൾ ഉണ്ടാകുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, ടപ്പക് ടപ്പക്, है ना. എന്തെങ്കിലും വസ്തുവിൻ്റെ മുകളിലേക്ക് വീഴുമ്പോൾ ടപ്പക് ടപ്പക്. ठीक है. കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്തു? പരിൻ്റെ, പക്ഷികൾ, ഉറുങ്കി ആവാസ്, അവരുടെ സൗണ്ടുകൾ, അതുപോലെ ചില പ്രത്യേക നോട്ട് ചെയ്യേണ്ട ചില ചോദ്യങ്ങൾ, പക്ഷികളുടെ പ്രത്യേകതകൾ വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ. ഇനി നമുക്ക് അടുത്തത് ചർച്ച ചെയ്യുന്നത് കുറേ ക്വസ്റ്റ്യൻസ് USS എക്സാമിന് വരുന്ന, അതുപോലെ മത്സര പരീക്ഷകൾ അല്ല മായ്ക്ക് ബാൾ ടാലൻറ്റ് ടെസ്റ്റ് പോലത്തെ മത്സര പരീക്ഷകൾക്ക് വരുന്ന ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഓക്കെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം പഠിച്ചത് പക്ഷികളെക്കുറിച്ചും വിവിധ ശബ്ദങ്ങളെക്കുറിച്ചുമാണ്. ശബ്ദങ്ങളുമായി ബന്ധപ്പെട്ട USS ക്ലാസ് എടുക്കണമെന്ന് നമ്മുടെ കമന്റ് ബോക്സിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങൾ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ആ വിഷയത്തിന്റെ പ്രാധാന്യം കൂടുതൽ ബോധ്യപ്പെട്ടത്. എന്തായാലും ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഗ്രൂഹ് മേ നാ മുനാസിബ് ലഫ്സ് കോൻസാ ഹെ? ബില്ലി, ബക്കരി, ബത്തഖ്, ബന്ദർ. 2015 USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണിത്. ഗ്രൂഹ് മേ, ഈ ഗ്രൂപ്പില് കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്ന ചോദ്യമാണ്. ധാരാളം ചോദ്യം ഇത്തരത്തിൽ വരാറുണ്ട്. ഇവിടെ വളരെ സിമ്പിളാണ്. കഴിഞ്ഞ USS ക്ലാസ്സിൽ നമ്മൾ വിവിധ ജാൻവറുകളെയാണ് പരിചയപ്പെട്ടത്.
ബില്ലിയും ബക്കരിയും ബന്ദറുമെല്ലാം ജാൻവറാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു. ബത്തഖ് എന്നാൽ താറാവ്. താറാവ് ഏക്ക് പരിന്തയാണ്, പക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 2016 USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, ഗ്രൂഹമേ നാമുനാസിബ് കോൻ ഹെ. കഴിഞ്ഞ ചോദ്യത്തിന്റെ അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെയും. ഗ്രൂപ്പിൽ പെടാത്തത് ആരാണ്, ഏതാണ് എന്നതാണ് ചോദ്യം. ബില്ലി, ബക്കരി, ബൈൽ, മോർ എന്നിവയാണ് 4 ഓപ്ഷനുകൾ. ബില്ലിയും ബക്കരിയും ബൈലും ജാൻവറാണ്. മോർ എന്നാൽ പരിന്തയുമാണ്, മയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. മറ്റൊരു ചോദ്യം നോക്കാം. 2017 USS പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. പാനി ബറസ്നെ കി ആവാസ് ഹെ. ഓപ്ഷൻസ് നോക്കാം. റിംചിം റിംചിം, ടർട്ടർ ടർട്ടർ, ചിം 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 ചിം, ചിൽ 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 ചിൽ. ഓക്കെ, ഇതേ ചോദ്യം തന്നെ അല്ലാമ ഇക്ബാൽ ടാലന്റ് ടെസ്റ്റിനും ചോദിച്ചിട്ടുണ്ട്. പാനി ബറസ്നെ കി ആവാസ് നമ്മൾ 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. 5ൽ നിന്നും 6ൽ നിന്നൊക്കെ പഠിച്ചതാ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. റിംചിം റിംചിം എന്നതാണ് ശരിയായ ഉത്തരം. എന്നാ പിന്നെ അടുത്ത ചോദ്യം നോക്കാം. കബൂത്തർ കി ആവാസ് ഹെ. ടീൻ ടീൻ ടീൻ, കായൻ കായൻ, ഹുട്ടറോം ഹുട്ടറോം, ചോം 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 ചോം. ഈ ചോദ്യവും അല്ലാമ ഇക്ബാൽ ടാലന്റ് ടെസ്റ്റിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ കബൂത്തർ കി ആവാസ് ആണ്. കബൂത്തറിന്റെ ആവാസ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഹുട്ടറോം ഹുട്ടറോം എന്നതാണ് കബൂത്തറിന്റെ ശബ്ദം. എങ്ങനെയാണ് എഴുതുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഓരോ പക്ഷികളുടെ പേരും അവയുടെ ശബ്ദങ്ങളൊക്കെ എഴുതിയെടുത്ത് ഓരോന്ന് എങ്ങനെയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. USS പരീക്ഷ 2019 ചോദിച്ച ചോദ്യം, ഇൻമേ തോത്താ കി ആവാസ് കോൻസി ഹെ. ടീൻ ടീൻ ടീൻ, ടർ 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 ടർ, കായേ കായേ, ചൂ 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 ചൂ. 2019 USS പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. തോത്തയുടെ ശബ്ദം, തത്തയുടെ ശബ്ദം എല്ലാവർക്കും അറിയാമല്ലേ. ഓപ്ഷൻ എ ടീൻ 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 ടീ എന്നതാണ് ശരിയായ ഉത്തരം. 2019 തന്നെ USS പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ചോദ്യം. ഇതേ ചോദ്യം ഓപ്ഷനിൽ ചെറിയൊരു മാറ്റത്തോടു കൂടി അല്ലാമ ഇക്ബാൽ ടാലന്റ് ടെസ്റ്റിനും ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്, കോൺസാ ജോഡ് സഹി നഹി ഹെ. കോൺസാ ജോഡ് സഹി നഹി ഹെ. ഓപ്ഷൻ എ അനാർ और अंगूर, ऑप्शन बी चांद और तारे, ऑप्शन सी कौवे और कछुए, ऑप्शन डी सोना और चांदी. ഇവയിൽ ഏത് ജോഡിയാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ 3 ജോഡികൾ ശരിയായിരിക്കും, എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. ഒരു ജോഡി തെറ്റായ ജോഡിയാണ്. ഒന്ന് പരിശോധിക്കാം. ഓപ്ഷൻ എ അനാർ ഓർ അങ്കൂർ. അനാർ എന്ന് പറഞ്ഞാൽ ഉറുമാമ്പഴം, അങ്കൂർ എന്നാൽ മുന്തിരി. അവ രണ്ടും പഴങ്ങളാണ്. ഓക്കെ, ഓപ്ഷൻ ശരിയാണ്. ബി ചാന്ദ് ഓർ താരെ. ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശത്തുള്ളവയാണ്. അപ്പോൾ അവയും ജോഡിയാണെന്ന് മനസ്സിലാക്കാം. താഴെ വരിയിലെ ഓപ്ഷൻ ഡി സോന ഓർ ചാന്തി. സോന ഓർ ചാന്തി എന്ന് പറഞ്ഞാൽ സ്വർണവും വെള്ളിയും. സ്വർണവും വെള്ളിയും ഇവയും ശരിയായ ജോഡിയാണ്. ഓപ്ഷൻ സി കൗവെ ഓർ കച്ചുവെ. കൗവ എന്ന് പറഞ്ഞാൽ കാക്കയാണ്. കച്ചുവ എന്ന് പറഞ്ഞാലോ, കച്ചുവ ആമയുമാണ്. ഇവ രണ്ടും ജോഡിയല്ല. കൗവയ്ക്ക് പരിന്തയാണല്ലേ. കൗവ ഒരു പക്ഷിയാണ്, കച്ചുവ പക്ഷിയല്ല. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായ ജോഡിയല്ലാത്തത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഈ ഭാഗത്ത് നിന്ന് 2019 USS പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ചോദ്യം,
പഹേലി ബോധിയെ और സഹി ജവാബ് ചുൻകർ ലിഖിയെ. പഹേലി എന്ന് പറഞ്ഞാൽ കടങ്കഥയാണ്. കടങ്കഥ നോക്കിയിട്ട് അതിന്റെ ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതാനാണ്. ബോധിയെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കൂ എന്നാണ് അർത്ഥം. ഏക് പരിന്ദ ജിസ്കി ദും പർ പൈസ. ഏക് പരിന്ദ എന്നാണ്. ഏക് പരിന്ദ ജിസ്കി ദും പർ പൈസ. ഓപ്ഷൻ എ കബൂത്തർ, ഓപ്ഷൻ ബി മോർ, ഓപ്ഷൻ സി മൈന, ഓപ്ഷൻ ഡി തോത്ത. ഓക്കെ. ഏക് പരിന്ദ ഒരു പക്ഷി. ജിസ്കി ദും, ദും എന്ന് പറഞ്ഞ വാല് എന്നാണ് അർത്ഥം. വാല്, ചിറക്. ഉസ്പർ പൈസ, പൈസ, പൈസ ഉണ്ടാകും. ഏതാ? നമുക്കറിയാം മോറ് ചിറക് വിടർത്തിയാല് മോർ നാച്ചിനെ വാല ഹെ. നമ്മളൊരു വീഡിയോ ഒക്കെ കണ്ടില്ലേ? അവിടെ പിന്നെ പീലി വിടർത്തുന്ന സമയത്ത് ആ പീലികളിൽ എന്തുണ്ടാവും? മയിൽപ്പീലിയിൽ പൈസയെ പോലെ റൗണ്ട് ഉണ്ടാവും അല്ലെ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഓപ്ഷൻ ബി മോർ ആണ് ശരിയായ ഉത്തരം. 2020 ഫെബ്രുവരിയിൽ നടന്ന USS പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം കൗവ കായെ കായെ കർത്താ ഹെ, മുർഗ ക്യാ കർത്താ ഹെ എന്നതാണ് ചോദ്യം. കൗവയുടെ ശബ്ദം അവിടെ നൽകിയിട്ടുണ്ട്. മുർഗ കി ആവാസ് ക്യാ ഹെ എന്നതാണ് ഉദ്ദേശം. മുർഗ ക്യാ കർത്താ ഹെ. ഓപ്ഷൻസ് കൂ 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 കൂ, ഓപ്ഷൻ ബി ടി ടി ടി, ഓപ്ഷൻ സി ഓട്ടറോൻ ഓട്ടറോൻ, ഓപ്ഷൻ ഡി കക്രോക്കോ കക്രോക്കോ. അവിടെ ഓപ്ഷൻ ഡി ആണ് അല്ലേ? നമ്മൾ കൊക്കരക്കോ കൊക്കരക്കോ എന്ന് മലയാളത്തിൽ പറയലുണ്ട് അല്ലേ? ഉസ്കി ഉറുദു ഹെ ഓപ്ഷൻ ഡി. ഡി ആണ് ശരിയായ ഉത്തരം. അല്ലാമ ഇക്ബാൽ ടാലന്റ് ടെസ്റ്റിന്റെ സബ് ജില്ലാതല മത്സരത്തിൽ 2018 7ാം ക്ലാസ്സുകാർക്ക് വന്ന ചോദ്യം റെയിൽഗാഡി കി ആവാസ് ഹെ. ടീൻ ടീൻ, കൽ കൽ കൽ, ചുക് ചുക് ചുക്, റിംചിം റിംചിം. ഇവിടെ വളരെ സിമ്പിളായ ചോദ്യമാണ്. കൂടുതൽ വിശദീകരണത്തിന് നിൽക്കുന്നില്ല. ഓപ്ഷൻ സി ചുക് 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 എന്നതാണ് റെയിൽ ഗാഡിയുടെ ശബ്ദം. 2019 അല്ലാമ ഇക്ബാൽ ടാലന്റ് ടെസ്റ്റിന്റെ ജില്ലാതല മത്സരത്തിൽ 7ാം ക്ലാസ്സിന് വന്ന ചോദ്യമാണിത്. ദർഖ്തോं के ऊपर कौन मुंडलाती है? ऑप्शन ए बंदर, ऑप्शन बी चिड़िया, ऑप्शन सी लोमड़ी, ऑप्शन डी हाथी. ദർഖ്തോं के ऊपर कौन मुंडलाती है. ദർഖ്ത് എന്നത് പേട് എന്നതിന്റെ മുത്തറാദിഫ് ലഫ്സാണ്. മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ പര്യായ പദം, ഒരേ അർത്ഥമുള്ള പദം. ദർഖ്ത് എന്നത് പേട് എന്നതിന്റെ മുത്തറാദിഫ് ലഫ്സാണ്, അഥവാ മരം എന്നാണ് ദർഖ്ത് എന്നതിന്റെ അർത്ഥം. ഉസ്കെ ഊപ്പർ അതിന് മുകളിൽ, കോൻ മുണ്ടലാത്തി ഹെ വട്ടമിട്ട് പറക്കുന്നത്, ആരാണ്? ബന്ദർ, ചിടിയ, ലോമഡി, ഹാത്തി എന്നതാണ് ഓപ്ഷൻ. ഇവിടെ ചിടിയ എന്നതാണ് ഉത്തരം. ചിടിയ എന്നതിന് 2-3 അർത്ഥങ്ങളിൽ നമുക്ക് പറയാം. ഒന്ന് പരിന്ദേ എന്നതിന് പകരം ചിടിയ എന്ന് പറയാം. പക്ഷി എന്നതിന് ചിടിയ എന്ന് പറയാം. മറ്റൊന്ന് ഗോരിയ, നമ്മൾ ക്ലാസ് കേട്ട സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. ഗോരിയ എന്നതിന് പകരം ചിടിയ എന്ന് ഉപയോഗിക്കാം. പൊതുവായിട്ട് നമ്മൾ മലയാളികൾ കിളികൾ എന്ന് ഒരു ജനറൽ ആയിട്ട് പറയാറുണ്ട്, കിളി എന്ന് പറയാറുണ്ട്. ആ കിളിക്കും എന്തുപയോഗിക്കാം? ചിടിയ എന്ന് ഉപയോഗിക്കാം. എന്തായാലും ഇവിടെ ചോദ്യത്തിൽ ഓപ്ഷൻസ് തന്നതിൽ യാതൊരു കൺഫ്യൂഷൻസ് ഇല്ല. നമുക്ക് കൺഫ്യൂഷൻസ് വരുന്ന ഒരു ഓപ്ഷൻസും ഇല്ല. കൃത്യമായ ഉത്തരം ഓപ്ഷൻ ബി ചിടിയ എന്നതു തന്നെയാണ്. 2019 ഇഖ്ബാൽ ടാലന്റ് ടെസ്റ്റ് ജില്ലാതല മത്സരത്തിൽ 7ാം ക്ലാസ്സിന് വന്ന മറ്റൊരു ചോദ്യം കോൺസാ ലഫ്സ് ഗ്രൂഹ് മേ മുനാസിബ് നഹി ഹെ. ഷേർനി, മോർനി, ഊണ്ട്നി, ബന്ദരിയ. ഈ ചോദ്യം നമ്മളെ ജാൻവറുകളെ പരിചയപ്പെടുത്തിയ സമയത്ത് ആ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവ 4ഉം ഓരോ ജീവികളുടെ, ജാൻവറുകളുടെയും പക്ഷിയുടെയും മുഅന്നസായ രൂപമാണ്, സ്ത്രീലിംഗമാണ്. ഷേർ എന്നതിൻ്റെ ഷേർനി, മോർ എന്നതിൻ്റെ മോർനി എന്ന രൂപത്തിലാണ്, സ്ത്രീലിംഗമായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ശരിയായ ഉത്തരം മോർനി എന്നതാണ്. ഷേർനി, ഊണ്ടിനി, ബന്ദരിയ എന്നീ 3 ജാൻവറാണ്. മോർനി എന്നത് പക്ഷിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്
ഇതിലെ ശരിയായ ഉത്തരം. 2019 ജില്ലാതല ടാലന്റ് ടെസ്റ്റിൽ 7ാം ക്ലാസ്സിനും 6ാം ക്ലാസ്സിനുമൊക്കെ നിരവധി തവണ വന്നിട്ടുള്ള ചോദ്യമാണ് ഹിന്ദുസ്ഥാൻ കാ ഖൗമി പരിന്ദ ഹെ. ഓപ്ഷൻ എ മുർഗി, ഓപ്ഷൻ ബി തോത്ത, ഓപ്ഷൻ സി മോർ, ഓപ്ഷൻ ഡി കബൂത്തർ. 5ാം ക്ലാസ് മുതലേ നാം പഠിച്ചു വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി എന്നത്. ഇന്ത്യയുടെ ദേശീയ പക്ഷി എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഓപ്ഷൻ സി മോർ ആണ് ശരിയായ ഉത്തരം. മറ്റൊരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാമ ഇക്ബാൽ ടാലന്റ് ടെസ്റ്റിന്റെ സബ് ജില്ലാതല മത്സരത്തിൽ 2019 5ാം ക്ലാസ്സിന് വന്ന ചോദ്യമാണിത്. നാ മുനാസിബ് ലഫ്സ് ചുൻകർ ലിഖിയെ. കൂട്ടത്തിൽപ്പെടാത്ത പദം തെരഞ്ഞെടുത്ത് എഴുതാനുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ തോത്ത, ഓപ്ഷൻ ബി കബൂത്തർ, ഓപ്ഷൻ സി ചൂഹ, ഓപ്ഷൻ ഡി മുർഗി. 5ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവയിൽ 3 അവരുടെ പാഠഭാഗത്ത് വളരെ ഉഷാറായിട്ട് വന്നിട്ടുള്ള 3 പദങ്ങളാണ്. തോത്ത, കബൂത്തർ, മുർഗി എന്നിവയെല്ലാം 5ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് വന്ന പദങ്ങളാണ്. ഇവ 3 പക്ഷികളാണ്. ചൂഹ എന്നാൽ എലി എന്നാണ് അർത്ഥം. ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്. 5ാം ക്ലാസ്സിന് ജില്ലാ ടാലന്റ് ടെസ്റ്റിൽ വന്ന മറ്റൊരു ചോദ്യമാണ് മോർ ഖൂബ്സൂരത് ഡാഷ് ഹെ. ജാൻവർ, പരിന്ദ, കീട, പേട്. ജാൻവർ മൃഗം, പരിന്ദ പക്ഷി. മോർ എന്നത് ഖൂബ്സൂരത്, പരിന്ദ ഹെ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. അല്ലാമ ഇക്ബാൽ ടാലന്റ് ടെസ്റ്റ് ജില്ലാതല മത്സരത്തിൽ 2018 5ാം ക്ലാസ്സിന് വന്ന ചോദ്യം ഇൻമേ ഉഡ്നെ വാല കോൻ ഹെ. ഇൻമേ ഉഡ്നെ വാല കോൻ ഹെ. ഓപ്ഷൻ എ ഗിൽഹരി, ഓപ്ഷൻ ബി തോത്ത, ഓപ്ഷൻ സി ബില്ലി, ഓപ്ഷൻ ഡി ബക്കരി. ചോദ്യം ഇതാണ്, ഇൻമേ ഉഡ്നെ വാല കോൻ ഹെ. ഇതിന്റെ മറ്റൊരു തരത്തിലുള്ള ഈ ചോദ്യത്തെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവയിൽ പറക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന്റെ അർത്ഥം ഇവയിൽ പക്ഷി ഏതാണ് എന്ന അതേ ചോദ്യമാണ്. മറ്റൊരു തരത്തിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. ഗിൽഹരി അണ്ണാനാണ്. തോത്ത, തത്ത, ബില്ലി, പൂച്ച, ബക്കരി, ആട്. ഇവയിൽ ഓപ്ഷൻ ബി തോത്ത മാത്രമാണ് പക്ഷിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉടനെ വാല പരിന്ദ തോത്ത ഹെ. ഇക്ബാൽ ടാലന്റ് ടെസ്റ്റിന്റെ 2019 5ാം ക്ലാസ്സിന് ജില്ലാതലത്തിൽ ചോദിച്ച ചോദ്യം ഡാഷ് നാച്താ ഹെ. കബൂത്തർ, മുർഗി, മോർ, തോത്ത. ഇന്ന് ടീച്ചർ ക്ലാസ് എടുത്ത സമയത്ത് പ്രത്യേകം പറഞ്ഞു ഈ പക്ഷിയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത നാച്താ ഹെ എന്നതാണ്. നൃത്തം ചെയ്യുന്ന, ഡാൻസ് ചെയ്യുന്ന പക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. ഇവയിൽ നാച്നെ വാല പരിന്ദ ഓപ്ഷൻ സി മോർ ഹെ. മയിലാണ് നൃത്തം ചെയ്യുന്ന, ഡാൻസ് ചെയ്യുന്ന പക്ഷി. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. देखिए 2019 അല്ലാമ ഇക്ബാൽ ടാലന്റ് ടെസ്റ്റ് ജില്ലാതല മത്സരത്തിൽ 5ാം ക്ലാസ്സിന് വന്ന ചോദ്യം ടർ ഡർ യേ കിസ്കി ആവാസ് ഹെ. ടർ ഡർ ടർ ടർ എന്നത് എന്തിന്റെ ശബ്ദമാണ്? കൗവ, മേണ്ടക്, ബില്ലി, ബക്രി. കൗവ, മേണ്ടക്, ബില്ലി, ബക്രി എന്നിവയാണ് ഓപ്ഷൻസ് ആയിട്ടുള്ളത്. ടർട്ടർ എന്നതിന്റെ ആവാസ് മേണ്ടകിൻ്റെതാണ് അല്ലെ. തവളയുടെ ശബ്ദമാണ് ടർട്ടർ എന്നത്. കൗവയുടേത് നമുക്കറിയാം എന്താണ്? കായം കായ എന്നതാണ്. ബില്ലിയുടേത് മ്യാവു മ്യാവു എന്നതാണ്. ബക്കരി മേ മേ എന്നതാണ് ബക്കരിയുടെ ശബ്ദം. ഇത്തരത്തിൽ എല്ലാ ചോദ്യത്തിന്റെ ഉത്തരങ്ങളും കൃത്യമായിട്ട് എഴുതി വെച്ച് നന്നായി മനസ്സിലാക്കി വരുന്ന പരീക്ഷകളിലൊക്കെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ. ഗുൽസാർ എജു സൊല്യൂഷൻ പുറത്തിറക്കുന്ന USS ക്ലാസുകൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കമന്റ്സിലൂടെ അറിയിക്കണം. ഓക്കെ, ശുക്രിയ. ഖുദാ ഹാഫിസ്.